ഗായ്സ് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറാൻ പോയി കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ സിലിണ്ടറൊക്കെ ബോർ ചെയ്തിരുന്നു. 1000 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പഴയ എഞ്ചിൻ ഓയിൽ മാറ്റി നമ്മൾ പുതിയ എഞ്ചിൻ ഓയിൽ ട്രൈ ചെയ്യുന്നത്. ലിക്വിഡ് ട്രൈ ചെയ്യാൻ പോകുന്നത് 3mm ഓയിൽ ഫ്ലഷ് ഉണ്ട്. ഇത് വണ്ടിയുടെ എഞ്ചിൻ്റെ അകത്തുള്ള സ്ലെഡ്ജ് ഡെപ്പോസിറ്റ് കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു 10 മിനിറ്റ് ചൂടാക്കാതെ ഇങ്ങനെ വെക്കാം. അതിനുശേഷം ഓഫ് ചെയ്യാം. ഇതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഓയിൽ ഫ്ലഷ് നമ്മൾ വാഹനത്തിൻ്റെ എഞ്ചിനിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 മിനിറ്റോളം വെക്കുക. 10-15 മിനിറ്റോളം വെക്കുക. അപ്പോൾ നമ്മുടെ എഞ്ചിൻ്റെ അതിലുള്ള സ്ലെഡ്ജ് എല്ലാം മെൽറ്റായി വരുന്നതായിരിക്കും. അതിനുശേഷം വണ്ടി ഒന്ന് തണുക്കാൻ വെയിറ്റ് ചെയ്യുക. ചൂടാക്കരുത്, ഒരിക്കലും റേസ് ചെയ്യരുത്. വണ്ടി ഒന്ന് തണുക്കാൻ വെക്കുക. വണ്ടി ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഓയിലെടുത്ത് കളയാനുള്ളൂ. നേരെ നമ്മുടെ ആ ഒരു റിങ് സ്പാനർ എടുക്കുക, അടിയത്തെ ഡ്രൈനായിട്ട് അഴിക്കുക, നേരെ ആ പഴയ ഓയിൽ ഊറ്റിക്കളയുക. ഇത്രയേ ഉള്ളൂ കാര്യം. എന്നിട്ട് നമ്മുടെ ആ ഓയിൽ നല്ല രീതിക്ക് വറ്റിച്ചെടുക്കണം കേട്ടോ. നല്ല രീതിക്ക് ആ ഓയിലകത്തുണ്ടാവും. കുറച്ച് ടൈം എടുത്താൽ നമ്മളത് വറ്റിച്ച് മൊത്തം കളയുക. അങ്ങനെ മൊത്തം കളഞ്ഞിട്ട് നമ്മുടെ പുതിയ എഞ്ചിൻ ഓയിൽ വാഹനത്തിലോട്ട് ഒഴിക്കാന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് എഞ്ചിൻ ഓയിൽ മാറ്റുന്നത്.